ജെൻസി പിള്ളേർ പറയുന്നത് 20കൾക്ക് ശേഷവും സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നത് ഒരു കയറ്റം കയറും പോലെ കടുപ്പമാണെന്നാണ്. ഇതൊരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. ബേസിക്കലി ഇത് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിലെ ഒരു പെൺകുട്ടിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിനെ ചുറ്റിപ്പറ്റി ഉണ്ടായ ഡിസ്കഷനാണെന്ന് വേണം പറയാം. നമുക്കിത് കേൾക്കുമ്പോൾ ഇത്തിരി അസാധാരണമെന്നോ പുതുമയുള്ളതെന്നോ ഒക്കെ തോന്നാം. പക്ഷേ ഇതിൽ അങ്ങനെ യാതൊരുവിധ വിഷയങ്ങളും ഇല്ലെന്നാണ് ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റി പറയുന്നത്. നിലവിലൊരു ചുറ്റുപാടിൽ ഒരു +2 അല്ലെങ്കിൽ ഡിഗ്രിയോ ഒക്കെ കഴിഞ്ഞിട്ട് മിക്കവാറും പുറത്തേക്ക് ഒരു ബെറ്റർ ലിവിങ്ങിനോ ഒരു ബെറ്റർ എക്സ്പോഷറിനോ അല്ലെങ്കിൽ ഉപരിപഠനത്തിനോ ഒക്കെ ആയിട്ട് പോകുന്ന കുട്ടികളാണ് അധികം ഉള്ളത്. അപ്പോൾ അവർക്ക് പ്രാക്ടിക്കലി ഉണ്ടാകുന്ന പല പല ബുദ്ധിമുട്ടുകളിൽ ഒന്നാകാം ഇത് എന്നുള്ള ഒരു കാര്യം ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റി പറയുന്നുണ്ടെങ്കിലും അവർ പറയുന്നത് ഒരു 5 പേരിൽ ഒരാൾക്ക് വീതം ക്ലിനിക്കലി പ്രൂവൺ ഡിപ്രഷൻ ഉണ്ട് എന്നുള്ളതും കൂടിയാണ്. ജോലി തേടി പോകുന്നത് ഇന്ത്യൻ മെട്രോകളിലായാലും അതല്ല വിദേശ നഗരങ്ങളിലേക്കായാലും ഈ പറഞ്ഞിട്ടുള്ള പുതിയ പുതിയ റോൾ ചേഞ്ചുകൾ അവർക്ക് വലിയ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിപ്പോൾ തൊഴിലിടത്തായാലും കൊള്ളാം, അതല്ല ഒരു പഠനത്തിന്റെ ആവശ്യത്തിന് പുറത്തേക്ക് പോയതായാലും കൊള്ളാം, ഒരു അടുപ്പമുള്ള സുഹൃത്തിനെ, മാനസിക ഐക്യമുള്ള ഒരു സുഹൃത്തിനെ ഉണ്ടാക്കിയെടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണെന്ന് തന്നെയാണ് കുട്ടികൾ പറയുന്നത്. മിക്കവാറും കുട്ടികളുടെ കാര്യത്തിൽ, അതായത് കുറച്ചുകൂടെ ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ പാരന്റ്സ് കൂടുതൽ ശ്രദ്ധ കാണിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സൊസൈറ്റി ഒന്ന് വളർന്നിട്ടുണ്ട്. പക്ഷേ 20 വയസ്സിന് മേലെ ഒരു 25 വയസ്സിലേക്ക് ഇടയ്ക്ക് നിൽക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ആ യുവാക്കളുടെ കാര്യത്തിൽ നമ്മൾ വേണ്ടത്ര ഒരു ശ്രദ്ധ കൊടുക്കുന്നില്ല. അവർ നമ്മളോടും ഒരു തുറന്ന സംസാരം അല്ലെങ്കിൽ ഒരു തുറന്നു പറച്ചിൽ നടത്തുന്നില്ല എന്നുള്ളതൊക്കെ ഇതിന്റെ ഒരു കാര്യമാണെന്ന് വേണം വായിച്ചെടുക്കാൻ. നമ്മളിത് ശ്രദ്ധിക്കുകയും കൂടെ വേണമെന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകാം. ഈ മാറ്റങ്ങളൊക്കെ അറിഞ്ഞ് നമ്മുടെ ഒപ്പം നടക്കാനും നമ്മുടെ വിഷമങ്ങൾ കേൾക്കാനും നമുക്ക് തുറന്ന് സംസാരിക്കാനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു യഥാർത്ഥ സുഹൃത്തെങ്കിലും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ളതാണ്. കാര്യം ഇൻസ്റ്റാഗ്രാം സ്റ്റോറികൾക്കൊക്കെ നിറവോ തുടിപ്പോ ഒക്കെ അധികം ഉണ്ടാവും, പക്ഷെ ആയുസ് വെറും 24 മണിക്കൂറേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ലൈഫിൽ ഒരിക്കലെങ്കിലും ഒരു നല്ല സുഹൃത്തായിരിക്കാൻ ശ്രമിക്കുക, ഒരു നല്ല സുഹൃത്തിനെങ്കിലും ഉണ്ടാക്കിയെടുക്കുക.